ഡേ 4 ഇൻ സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കാണാൻ പോവാണ്. നേച്ചറായിട്ട് ഫുൾ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇവിടെ കാർ പാർക്ക് ചെയ്ത് നമ്മളെല്ലാവരും സ്നോ മൗണ്ടൻസിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇതൊരു ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഗ്രൗണ്ടിൽ ഫുൾ ഐസ് ഉണ്ട്, ഗ്ലാസ് പോലെ സ്ലിപ്പ് ആവുന്ന സ്നോ ആയിരുന്നു. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഫുൾ കോൺസെൻട്രേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഈ ചതുപ്പ് പോലെയുള്ള ഭാഗത്ത് കൂടെ നടക്കാൻ തുടങ്ങി. അതാകുമ്പോൾ കുറച്ചുകൂടിയും സേഫാണ്, അല്ലെങ്കിൽ ഈ സ്ലിപ്പായിട്ട് വീഴേണ്ടി വരും. കാർ പാർക്കിംഗ് തന്നെ കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു. കാർ പിന്നെ ഇങ്ങോട്ടേക്ക് എടുക്കാനും പറ്റില്ലല്ലോ. സോ നമ്മൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ വാക്കിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഫെയറി പൂൾസ്. അപ്പോൾ ഇത് കാണാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പേര് പോലെ തന്നെ ഒരു ഫെയറി ലാൻഡിൽ എത്തിയ ഫീലായിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒക്കെ ആയിട്ട്, പിന്നെ കണ്ടില്ലേ നല്ല ബ്ലൂ ഗ്രീൻ കളർ ആയിരുന്നു. എന്ത് രസമാണ് കാണാൻ. ചെറിയ ചെറിയ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ഓരോ വാട്ടർഫോൾസിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓരോ വാട്ടർഫോളിന്റെ താഴെയും ഒരു പൂൾ പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഫെയറി പൂൾസ് എന്ന് പേര് വന്നതെന്ന് അറിയില്ല. ചുറ്റും മൗണ്ടെയിൻസ്, ബാക്കിലൊക്കെ ഇങ്ങനെ സ്നോ പീക്കായിട്ട് നിൽക്കുകയാണ്. വാട്ടറിന്റെ സൗണ്ട് മാത്രം കേൾക്കാൻ. ടോട്ടൽ ഒരു പീസ്ഫുൾ പ്ലേസ് ആയിരുന്നു. ഇത് ആക്ച്വലി വലിയ വാട്ടർഫോൾ ഒന്നല്ല, ബട്ട് സീരീസ് ആയിട്ടുള്ള സ്മോൾ പൂൾസ് ആൻഡ് ഫോൾസ് ആണ്. അതാണ് ഈ ഫെയറി പൂൾസിന്റെ ബ്യൂട്ടി. ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ മഞ്ഞുമലകളുടെ അടുത്തെത്തിയ ഫീൽ ആയിരുന്നു. പക്ഷെ അല്ല, നമുക്ക് ഇനിയും വേണമെങ്കിൽ താഴത്തോട്ട് ഇറങ്ങാം. ബട്ട് ഞങ്ങൾ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും തിരിച്ചു കയറാൻ തുടങ്ങി. താഴത്തേക്ക് ഇറങ്ങണ അത്ര സുഖം ഉണ്ടായിരുന്നില്ല തിരിച്ച് മല കയറാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നെക്സ്റ്റ് പോയത് ടാലിസ്കർ ഡിസ്റ്റിലറിയിലാണ്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ബട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോകാനുള്ള ടൈം കഴിഞ്ഞു. അതുകൊണ്ട് മേക്കിംഗ് ഒന്നും കാണാൻ പറ്റിയില്ല. ബട്ട് ഈ സ്റ്റോറൊക്കെ ഇങ്ങനെ ചുറ്റിക്കാണാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ബോട്ടിൽസ് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിയും. ചില വിസ്കി ബോട്ടിൽസിനൊക്കെ പ്രൈസ് 6,000 പൗണ്ടൊക്കെ ആയിരുന്നു. ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള കുപ്പിയാണിത്. അതാണ് ഇത്ര റേറ്റ് എന്നാണ് അവർ പറഞ്ഞത്. ഇതിനും റേറ്റ് കൂടിയ കുപ്പികളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും ടാലിസ്കർ ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യും. നമുക്കറിയാലോ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന്. ഈവനിങ് ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല സ്കോട്ട്ലാൻഡ് സീരീസ് ഇട്ടിട്ട്. അപ്പോൾ ബൈ.